ഒർലാൻഡോയാണ് ഈ മയാമിയേക്കാൾ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലം. അമേരിക്കയുടെ അമ്യൂസ്മെന്റ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ഒർലാൻഡോ. ഇന്ന് ഒർലാൻഡോ അറിയപ്പെടുന്നത് വാൾട്ട് ഡിസ്നി വേൾഡ് എന്ന ലോക പ്രശസ്തമായ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പേരില്ല. വാൾട്ട് ഡിസ്നി വേൾഡ് മാത്രമല്ല, ഏതാണ്ട് 12ഓളം ലോകത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കുകൾ, ഹെലികോപ്റ്റർ റൈഡുകൾ, സാഹസിക യാത്രകൾ, മ്യൂസിയങ്ങൾ, ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറയുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് റിസോർട്ടുകൾ, ഹോട്ടലുകൾ എല്ലാം നിറഞ്ഞ അത്യത്ഭുതകരമായ ഒരു സ്ഥലമാണ്. ഡിസ്നി വേൾഡ് തന്നെ വലിയൊരു ക്യാമ്പസാണ്. ഏതാണ്ട് 27,000 ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന വമ്പൻ ഒരു രാജ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞ ഡിസ്നി വേൾഡ്. അതിനകത്ത് 4 പ്രധാനപ്പെട്ട അമ്യൂസ്മെന്റ് പാർക്കുകളുണ്ട്. മാജിക് കിങ്ഡം ഒന്ന്, ആനിമൽ കിങ്ഡം വേറൊന്ന്, എപ്കോട്ട് സെന്റർ വേറൊന്ന്, ഡിസ്നീസ് ഹോളിവുഡ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന മറ്റൊന്ന്. ഈ ഹോളിവുഡ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് സിനിമയുടെ സെറ്റുകളും സിനിമ മേക്കിങ്ങിന്റെ ടെക്നിക്കുകളും സിനിമ മേക്കിങ്ങിലെ ലോകപ്രശസ്തമായ സൂപ്പർ ഹിറ്റുകളുടെ ഫിലിം മേക്കിംഗ് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ വേണമെങ്കിൽ അതിനകത്തോടെ നടന്ന് അതിന്റെ നിരവധി ഷോകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് നമുക്കറിയാം മൃഗലോകമാണ്, ഒരു അത്ഭുതകരമായ മൃഗലോകം. മാജിക് കിങ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഡിസ്നിയുടെ അമ്യൂസ്മെന്റ് പാർക്കാണ്. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു 1-2 ദിവസം എൻഗേജ്ഡ് ആവാൻ കഴിയുന്ന റൈഡുകളും പല തീമിലുള്ള അമ്യൂസ്മെന്റും എല്ലാം ചേർന്ന സ്ഥലം. എപ്പോർട്ട് സെന്റർ എന്ന് പറയുന്നത് മറ്റൊരു അത്ഭുത ലോകം. ഈ എപ്പോർട്ട് സെന്റർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ലോകം എങ്ങനെയിരിക്കും എന്നതിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. അതായത് വരുന്ന നൂറ്റാണ്ടിൽ ഭൂമി എങ്ങനെയായിരിക്കും, ലോകം എങ്ങനെയായിരിക്കും, വരാനിരിക്കുന്ന കാലത്തെ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്ന സാധനം.